വെറും 5000 രൂപയുണ്ട് എങ്കിൽ ആർക്കും ഇന്ത്യക്കാരനാകാം. വ്യാജരേഖ ചമച്ച് ബംഗ്ലാദേശുകാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന റാക്കറ്റുകൾ ധാരാളം. ഇതുവഴി നുഴഞ്ഞുകയറിയ 1000-ലധികം പേർ കേരളത്തിലും എത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ്. പെരുമ്പാവൂരിന് പുറമെ അങ്കമാലിയിലും ഒരു ബംഗ്ലാദേശി പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ്. 5000 രൂപയ്ക്ക് ഏജന്റ് നൽകിയത് ഒന്നാം തരം ആധാർ കാർഡെന്നും വിവരങ്ങൾ. ബംഗ്ലാദേശ് ജസോർ സ്വദേശി ഹുസൈൻ ബലോർ ആണ് അങ്കമാലി പോലീസിന്റെ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അങ്കമാലിയിലെ താമസ സ്ഥലത്ത് നിന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ബംഗ്ലാദേശ് പാസ്പോർട്ടും കണ്ടെടുത്തിട്ടുണ്ട്. 3 മാസം മുൻപാണ് യുവാവ് അങ്കമാലിയിൽ എത്തിയത് എന്നാണ് വിവരങ്ങൾ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തിയിലൂടെ ഇയാൾ ഷാലിമാറിലെത്തി അവിടെ കുറച്ചുനാൾ താമസിച്ചു. അവിടെ നിന്ന് തീവണ്ടി മാർഗം ആലുവയിൽ ഇറങ്ങി അങ്കമാലിയിൽ എത്തുകയായിരുന്നു. ഇവിടെ കോൺക്രീറ്റ് പണി ചെയ്തു വരികയായിരുന്നു. നേരത്തെ 2 പ്രാവശ്യം ഇയാൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ആ സമയം 5000 രൂപ ഒരു ഏജന്റിന് നൽകി ഇയാളുടെ പേരിൽ 2 ആധാർ കാർഡ് എടുത്തിരുന്നു. ഇതുപയോഗിച്ചാണ് ഇന്ത്യക്കാരൻ എന്ന പേരിൽ കഴിഞ്ഞിരുന്നത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ഇയാളെ ചോദ്യം ചെയ്തു. ഇയാൾക്കിടെ സഹായം ചെയ്തു കൊടുത്തവർ നിരീക്ഷണത്തിലാണ്. ഇന്ത്യൻ രേഖകൾ തയ്യാറാക്കി നൽകിയ ഏജന്റുമാരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന രേഖകളുടെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തും. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂരിൽ ബംഗ്ലാദേശ് യുവതിയായ തസ്ലിമ ബീഗത്തെ പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്ന് ആൺ സുഹൃത്തിനൊപ്പമാണ് പോലീസ് പിടികൂടിയത്. ഇവർ അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തുകയും വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ബംഗളൂരുവിൽ എത്തുകയും ചെയ്തു. അവിടെ നിന്നാണ് കേരളത്തിൽ എത്തിയത്. യുവതിയിൽ നിന്ന് വ്യാജ ആധാർ പാൻ കാർഡുകൾ കണ്ടെടുത്തു. ഇതും പണം വാങ്ങി ഏജന്റ് ശരിയാക്കി നൽകിയത് എന്നാണ് യുവതി നൽകിയ വിവരങ്ങൾ. ഇവരെ SP നേരിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ തുടരന്വേഷണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് യുവാവിലേക്ക് എത്തിച്ചത്. അങ്കമാലി SHO RV അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. പശ്ചിമ ബംഗാൾ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തികളിൽ ഈ സംഘം സജീവമാണ്. ഈ സംഘം കേരളത്തിലേക്കും ആൾക്കാരെ പറഞ്ഞുവിടുകയാണ്. പ്രത്യേക പാക്കേജുകളുണ്ട്. ബംഗ്ലാദേശിലെ റാക്കറ്റുകളുമായി ചേർന്നാണ് ഇവരുടെ പ്രവർത്തനം. മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വരെ ഈ വിധം രാജ്യത്തെത്തുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച പെരുമ്പാവൂരിൽ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലിമ ബീഗവും കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ബംഗ്ലാദേശുകാരൻ ഹുസൈനും അറസ്റ്റിലായത് ഗുരുതര വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് കൺസിഡർ ചെയ്യുന്നത്. ഇവരിൽ നിന്നാണ് റാക്കറ്റുകളുടെ പ്രവർത്തന രീതി രഹസ്യാന്വേഷണ വിഭാഗത്തിന് പിടികിട്ടിയത്. നടൻ സെയ്ഫ് അലി ഖാനെ വീട്ടിൽ കയറി കുത്തി മാരകമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതിയും ഇതുപോലെ വ്യാജ പേരിൽ തമ്പടിച്ച ബംഗ്ലാദേശിയാണ് എന്നതും ആശങ്ക കൂട്ടുകയാണ്. കേരളത്തിൽ സംബന്ധിച്ചാണെങ്കിൽ 40 ലക്ഷത്തിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണക്കുകൾ. ഔദ്യോഗിക രേഖയിൽ 5-ഉം ഇതിൽ 3% വരെ ബംഗ്ലാദേശികളാകാം എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഗമനം. കേരളത്തിലെ ബംഗ്ലാദേശുകാരിൽ കുറെ പേർ തിരുപ്പൂർ, കോയമ്പത്തൂർ, ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് കടന്നു എന്നാണ് മറ്റൊരു സൂചന. ഇടത്തരം കമ്പനികളിലും മറ്റും ജോലി ചെയ്ത് പണം സ്വരൂപിച്ച് വിദേശത്തേക്ക് കടക്കുന്നതാണ് രീതി. 2 വർഷത്തിനിടെ 15 ബംഗ്ലാദേശികളെ കൊച്ചി വിമാനത്താവളത്തിൽ മാത്രം പിടികൂടിയിരുന്നു. ഇവരെ സംബന്ധിച്ച വ്യക്തമായ കണക്കുകൾ 15,000 രൂപ മുതൽ 25,000 വരെ നൽകിയാൽ പാസ്പോർട്ട്, ആധാർ, പാൻ കാർഡ്, വോട്ടർ ID എന്നീ രേഖകൾ ഈ റാക്കറ്റുകൾ നിർമ്മിച്ചു നൽകും. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് ജില്ലയിലെ ജലങ്കി വഴിയാണ് ഇവരുടെ നുഴഞ്ഞുകയറ്റം. ഇതിലൂടെ ലഹരിക്കടത്തും വ്യാപകം. രാജ്യങ്ങളെ വേർതിരിക്കുന്ന പത്മ നദി കടന്നും മറ്റുമാണ് ഇവർ ജലങ്കിയിൽ എത്തുന്നത്. ആദ്യം ആസാമിലും മറ്റും തമ്പടിക്കും. രേഖകളെല്ലാം കൈമാറും. തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാസ്പോർട്ട് ആക്ട്, രാജ്യസുരക്ഷാ നിയമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ബംഗ്ലാദേശുകാരെ നാട് കടത്തണം എന്നാണ് ചട്ടം. ഇതിന് കടമ്പകൾ ഏറെയാണ്. യഥാർത്ഥ രേഖ ഉറപ്പായാൽ മാത്രമേ നാട് കടത്തൽ പൂർത്തിയാകൂ. ഇതിന് മാസങ്ങളെടുക്കും. എന്തായാലും കേരളത്തിലുള്ളവരും കരുതിയിരിക്കുക. നിങ്ങളുടെ വീട് പണിക്കെത്തുന്നവർ പലരും ബംഗ്ലാദേശികളായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.